നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. അബുദാബി ഓഹരി സൂചിക നേട്ടത്തിൽ. എണ്ണവിലയിലുണ്ടായ വർധനവ് മറികടന്ന് അബുദാബി ഓഹരി സൂചിക 0.2% നേട്ടം നേടി. എമിറേറ്റ്സ് ടെലികോം 1.7% ഉയർന്നത് പ്രധാന സഹായകമായി. ദുബായ് ഓഹരി സൂചിക കുറവിൽ. എമിറേറ്റ്സ് NBDയും കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദുബായും വലിയ നഷ്ടം നേരിട്ടതോടെ സൂചിക 0.2% താഴ്ന്നു. ഖത്തർ ഓഹരി സൂചിക 0.1% താളം തെറ്റി. മിതമായ വിപണി പ്രവർത്തനവും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവുമാണ് ഇടിവിന് കാരണം. യൂണിയൻ പ്ലഡ്ജ് ഡേ UAEയിൽ ആഘോഷമായി. 7 എമിറേറ്റുകൾ ഒന്നിച്ച അനുഭവം UAEയിൽ രാജ്യവ്യാപകമായി ആഘോഷിച്ചു. പ്രസിഡന്റിന്റെ സന്ദേശം ജനഹൃദയം കീഴടക്കി. ഗൾഫ് എയർ ബോയിംഗ് കൂട്ടുകെട്ട്. പുതിയ കോഡ് ഷെയർ കരാറിലൂടെ ബോയിംഗ് 787 വിമാനങ്ങൾക്കുള്ള സേവനം മെച്ചപ്പെടുത്താനാണ് ഗൾഫ് എയർ നീക്കം. സൗദി അരാംകോ ബ്ലാക്ക് റോക്ക് കൂട്ടായ്മ ജഫൂറ പദ്ധതി അനൗൺസ് ചെയ്തു. 10 ബില്യൺ നിക്ഷേപം ഉൾപ്പെടുത്തിയിട്ടുള്ള ആഗോള ഊർജ്ജ പങ്കാളിത്ത പദ്ധതിക്ക് തുടക്കമിട്ടു. ഖത്തർ റഷ്യ കുട്ടികളുടെ പുനഃകുടുംബീകരണം. ഉക്രൈനിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച കുട്ടികളെ അവരുടെ റഷ്യൻ കുടുംബങ്ങളിലേക്ക് തിരിച്ചയക്കാനുള്ള 2ാം ഘട്ടം തുടങ്ങി. കുവൈത്തിൽ ഇലക്ട്രോണിക് വിസ സംവിധാനം നിലവിൽ വന്നു. പ്രവാസികൾക്ക് ഓൺലൈൻ വഴി വിസ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പുതിയ സംവിധാനം ആരംഭിച്ചു. ഒമാനിൽ വിദ്യാഭ്യാസ രംഗത്ത് AI പരിഷ്കരണം. അധ്യാപകർക്ക് നിർബന്ധ AI പരിശീലനവും ഡിജിറ്റൽ അധ്യാപന രീതികളും നടപ്പിലാക്കി. ബഹ്റൈൻ ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കി. പ്രൈവറ്റ് ആശുപത്രികൾ ഉൾപ്പെടെ കൂടുതൽ സേവനങ്ങൾ ഇൻഷുറൻസിലൂടെ ലഭ്യമാക്കി. ദുബായ് ഗ്രീൻ ബിൽഡിംഗ് എക്സ്പോ 2025 പ്രഖ്യാപിച്ചു. കാർബൺ രഹിത നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ ദുബായ് പുതിയ എക്സിബിഷൻ പ്രഖ്യാപിച്ചു. ഒമാനിൽ ട്രാഫിക് നിയന്ത്രണത്തിന് AI ക്യാമറകൾ. മസ്കറ്റിൽ സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിച്ച് പൈലറ്റ് ട്രാഫിക് നിയന്ത്രണ പദ്ധതികൾ ആരംഭിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.